ഞങ്ങളുടെ നാട്ടിൽ ഗ്രാമ കലോത്സവം നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ സ്റ്റേജിന്റെ ബാക്കിൽ വലിയ ബോഡിയുള്ള ഒരു കിടിലനാൾ വന്ന് നിൽക്കുക. ഇവിടെ ആയിട്ടൊരു ചെറിയ വെട്ടുപാടുണ്ട്. പുള്ളി ഇങ്ങനെ ഒന്ന് ആരെയോ പരതി ചെറിയ ടെൻഷൻ അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ആരെയോ വെട്ടാനോ കുത്താനോ എന്തിനോ വന്നേക്കുന്നതാണെന്ന് മനസ്സിലാവുന്ന അത്രയും ലുക്കുള്ള ഒരാൾ ഇങ്ങനെ വന്ന് അതിലേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്തോ ഒന്നിക്ക് പുള്ളിക്ക് ടെൻഷനുണ്ട്, അല്ലെങ്കിൽ പുള്ളി ആരെയോ കൊല്ലാൻ വന്നാണ്. ഇങ്ങനെ ലളിതഗാന മത്സരം നടക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ചെസ് നമ്പർ 116 എന്ന് വിളിച്ചപ്പോൾ ഇയാൾ ഒറ്റ ചട്ടത്തിന് സ്റ്റേജിലേക്ക് കയറിയിട്ട് ശങ്കര ധ്യാന പ്രകാരം ജപിച്ചു ഞാനൊക്കെ ഒരു പാട്ട് പാടി. അപ്പോൾ ഞാൻ ഇത് ഈ പറഞ്ഞ പോലെ ലുക്കും ലളിതഗാനുമായിട്ട് ബന്ധമുള്ള ലുക്കിൽ കാര്യമില്ലെങ്കിൽ അങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ ഈ കഥ എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞാൽ ഇച്ചിരി മുമ്പ് ഇവിടെ വന്ന് പാടിയ ഒരാളുണ്ട്, നീ കാണണം. നമുക്ക് അങ്ങനെ പെട്ടെന്ന് അതുമായിട്ട് ക്ലബ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലല്ല പുള്ളി നിൽക്കുന്നതും പുള്ളിയുടെ എക്സ്പ്രഷനും ഒക്കെ. പക്ഷേ നന്നായിട്ട് പാടിയിട്ട് പുള്ളി അങ്ങനെ ഒരാളില്ലെന്ന് പറഞ്ഞു. ഞാൻ നമുക്ക് തപ്പി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഈ ഉത്സവപ്പറമ്പിൽ കൂടെ മുഴുവൻ തപ്പി നടന്നു കഴിഞ്ഞപ്പോഴേ എവിടെയും കാണാനില്ല. കുറച്ച് ദൂരം കഴിഞ്ഞ് ഞാനൊരു ട്യൂബ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പം ഒരു ഐസുകാരൻ നിൽപ്പുണ്ട്. ആ ഐസുകാരൻ്റെ അടുത്ത് നിന്ന് അന്ന് പഞ്ചാമൃതം എന്ന് പറഞ്ഞൊരു ഐസ് കിട്ടും, അത് മേടിച്ച് പുള്ളി തിന്നോണ്ടിരിക്കുക. കണ്ണൂരിലൊക്കെ കുറവാക്കുക എന്ന് പറഞ്ഞാൽ കളിയാക്കുകയാണ്. നിങ്ങൾ കുറവാക്കരുത് കേട്ടോ ആരെയും. നിങ്ങൾ കുറവാക്കി പറയുന്നത് മോശമാണെന്ന് പറഞ്ഞാൽ ഒരാളെ കളിയാക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു വലിയ ഇടതുപക്ഷത്തിന്റെ കോട്ടയിലൊരു പരിപാടിക്ക് ഞാനും സലീം കുമാറേട്ടൻ്റെ ട്രൂപ്പിലാണ്. സലീം കുമാറേട്ടനെ ചെന്നപ്പം അവർ വന്നിട്ട് ഞങ്ങളോടൊരു കണ്ടീഷൻ പറഞ്ഞു. ഞാനും സലീമേട്ടൻ നിൽക്കുന്നുണ്ട്, നിങ്ങൾ EK നായനാരെ കുറവാക്കരുത്. EK നായനാരെ കുറവാക്കിയാൽ പ്രശ്നമാവും, നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പോയി. ഉടനെ സലീമേട്ടൻ വന്നു, അതെ EK നായനാരെ കുറയ്ക്കരുതെന്നാണ് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് ഫസ്റ്റ് ഐറ്റം തന്നെ EK നായനാരുടെ ഫോണിംഗ് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ആ കാര്യം വന്നിട്ട് നിങ്ങളോട് കുറവാക്കരുതെന്ന് പറഞ്ഞല്ലേ. എന്നാൽ സലീമേട്ടൻ കുറവാക്കിയില്ലല്ലോ, ഇതിൽ കൂടുതലാക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ് ഭയങ്കര തർക്കം. ഞാനൊരിക്കൽ പാലക്കാട് ഒരു പരിപാടിക്ക് പോയിട്ട് ഉത്സവപ്പുറത്തിനടുത്ത് ഞങ്ങളൊരു വീട്ടിൽ നിർത്തിയപ്പോൾ ആ വീട്ടുകാരൻ അയാളുടെ മോനെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇവൻ നല്ല കലാകാരനാണ്, പക്ഷേ ഇപ്പോൾ ഈ പാലക്കാടല്ലേ, എറണാകുളത്തൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ട്രൂപ്പിലൊക്കെ എനിക്ക് കയറ്റി വിടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു പുള്ളി എന്തൊക്കെ ചെയ്യും? 4-5 നടന്മാരുടെ ഒച്ചയും പറയും, 2-3 പേരുടെ മുഞ്ഞിയും കാണിക്കുമെന്ന്. മുഞ്ഞിന്ന് വെച്ചാൽ ഫിഗർ. 4 പേരുടെ ശബ്ദം കേൾപ്പിക്കും, 2 പേരുടെ ഫിഗറും കാണിക്കും. അതിനാണ് പറഞ്ഞത്. പ്രസാദേട്ടൻ ഞാനും കൂടെ പ്രസാദിന്റെ ഷോ അല്ല, വേറൊരു ഷോ നടക്കുകയാണ്. അത് ജനസേവാ ശിശുഭവൻ എന്ന് പറയുന്ന ഇവർ നടത്തുന്നൊരു ഷോ ആയിരുന്നു. അപ്പോൾ അന്ന് കാലത്ത് ഈ സ്നേക്ക് ഡാൻസ് എന്ന് പറഞ്ഞൊരു പാമ്പ് ഡാൻസ് ഭയങ്കര പോപ്പുലറായി. ഇപ്പം ഈ മൃഗസംരക്ഷണ വകുപ്പ് പിടിക്കുന്ന ഇതില്ല. കാരണം ഒരാൾ തമിഴ്നാട്ടിലെങ്ങാണ്ടുള്ള ആൾ, അയാൾ വരും, എന്നിട്ട് പെട്ടെന്ന് തന്നെ 2 മലമ്പാമ്പിനെ എടുത്ത് കഴുത്തിലിടും, ടീഷർട്ടിനകത്തേക്ക് കുറേ പാമ്പിനെ ഇടും, എന്നിട്ട് സ്റ്റേജിൽ വന്ന് ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഇടയ്ക്ക് ഈ പാമ്പിനെ അഴിച്ചു വിടും, ടീഷർട്ടിനകത്ത് നിന്ന് 2 പാമ്പിനെ എടുത്ത് പുറത്ത് വയ്ക്കും, 10 പിടത്തെ പാമ്പിന് സ്റ്റേജിൽ വെച്ച് നെറുകം തല്ലിൽ ഉമ്മ കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. അപ്പം പെട്ടെന്ന് സ്നേക്ക് ഡാൻസ് തുടങ്ങി. ഞങ്ങളെല്ലാം സ്റ്റേജിൻ്റെ സൈഡിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ഇച്ചിരി കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രസാദേട്ടൻ മാത്രം ആ വരാന്തയിൽ, അയ്യോ ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തേ ദൈവമേ, അമ്മേ ചോറ്റാനിക്കര അമ്മേ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് നടക്കുക. ഞാൻ പ്രസാദിനോട് പറഞ്ഞു, പ്രസാദേട്ടന് പാമ്പുകളെ കാണുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചിലർക്ക് അങ്ങനെ ഒരു ഇറിറ്റേഷൻ. കാണുന്നതിനൊന്നും കുഴപ്പമില്ല, എന്നാലും എൻ്റെ മുജ്ജന്മ സുഹൃതം കുടുംബം പരദേവതകളെ എന്നൊക്കെ പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് എന്താ സംഗതി എന്ന് മനസ്സിലായില്ല. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പിനെ അങ്ങനെ ഇങ്ങനെയൊന്നും കൊണ്ടുവരാൻ പാടില്ല. ശരിക്കും പ്രൈവറ്റ് കൺവെൻസിൽ, പബ്ലിക് കൺവെൻസിൽ പാമ്പിനെ കൊണ്ടുവരാൻ പാടില്ല. ഇയാൾ അങ്ങനെ കാറ് വിളിച്ചൊന്നും വരുന്ന ഒരാളൊന്നുമല്ല. ഇയാൾ സാധാരണ ഒരു നമ്മൾ ഡ്രസ്സ് കൊണ്ടുപോകുന്ന പോലത്തെ ബാഗിനകത്താണ് ഒരു 20 മൂർഖനും 2 മലമ്പാമ്പുമായിട്ട് ട്രാൻസ്പോർട്ടേഴ്സ് കയറി അയാൾ വരുന്നത്. അപ്പം ഞാൻ അപ്പോഴും ഇതൊക്കെ പിന്നെ അറിയുന്നത്. ഞാൻ പ്രസാദേട്ടൻ എന്താ ടെൻഷൻ എന്ന് വെച്ചാൽ പ്രസാദേട്ടൻ പറയണേ, അയ്യോ ഇരുട്ടത്ത് എൻ്റെ ബാഗും അവൻ്റെ ബാഗും അടുത്തടുത്തായിരുന്നേ. കഴിഞ്ഞ സ്കിറ്റിൻ്റെ സമയത്ത് പൗഡർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ സിബ് തുറന്നിട്ട് പാമ്പിൻ്റെ കൊട്ടയിൽ കൈയിട്ട് തപ്പിയായിരുന്നു എന്ന് കുറേ നേരം. ഞാൻ നോക്കുമ്പം പ്രസാദേട്ടൻ്റെ ബാഗും ഇവൻ്റെ ബാഗും ഒരേപോലത്തെ ബാഗാവും. അവൻ പാമ്പിനെ ഇട്ട ബാഗിനകത്ത് സ്റ്റേജിൽ ഷോ നടക്കുമ്പോൾ മുടി നരപ്പിക്കാൻ വേണ്ടിയിട്ട് പൗഡർ എടുക്കാൻ വേണ്ടി തുറന്നിട്ട് കൈയിട്ട് ഇളക്കി. ഏതോ മൂർഖൻ ഉറങ്ങുമായോണ്ട് കൊത്തിയില്ല. കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ കേട്ടിട്ടുണ്ട്, കാര്യം നടന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഇച്ചിരി ഗ്രേവി ഞാൻ അതിനകത്ത് ഇട്ടില്ലെങ്കിൽ വർക്കൗട്ടാവുമോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതാണ്.